പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രമുഖ സിനിമാ നടന്മാർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുകളും ഉൾപ്പെടെയുള്ള വനിതകളിൽ നിന്ന് സർക്കാർ രൂപീകരിച്ച ഒരു അന്വേഷണ സംഘം മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഒട്ടേറെ നടികൾ പരാതി കൊടുക്കുകയും അവരിപ്പോൾ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സിദ്ദിഖിൻ്റെ കേസിലൊക്കെ തന്നെ മൊഴിയെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകൾ വരുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീകളിൽ നിന്ന് തെളിവെടുത്ത് കുറ്റക്കാരെ ശിക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി രൂപീകരിച്ചിട്ടുള്ള ഈ പോലീസ് അന്വേഷണ സംഘമുണ്ടല്ലോ, ആ പോലീസ് അന്വേഷണ സംഘത്തിൽ അംഗങ്ങളായിട്ടുള്ള ബഹുഭൂരിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാരിൻ്റെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴായി പല കേസുകൾ അട്ടിമറിച്ചിട്ടുള്ളവരാണ് എന്ന് കാര്യകാരണ സഹിതം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഈ വിഷയത്തിലേക്ക് നമ്മളിപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഇതിൻ്റെ ഞാൻ ഈ പറഞ്ഞ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ പശ്ചാത്തലം എന്താ? മലയാള സിനിമയിലെ മിന്നും താരങ്ങളായി നിൽക്കുന്ന വമ്പന്മാരായിട്ടുള്ള ഒരുപാട് നടന്മാർക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ട് ഒരുപാട് സ്ത്രീകൾ രംഗത്ത് വന്നു. ആ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ശരിയോ തെറ്റോ എന്ന് പരിശോധിച്ച് നടപടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. ആ കമ്മിറ്റിയാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, എനിക്ക് ആദ്യമായി പറയാനുള്ളത്, ഈ കമ്മിറ്റിയുടെ രൂപീകരണം തന്നെ പോലീസ് ആക്ട് പ്രകാരമല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് വാർത്ത വന്നിട്ടുണ്ട്. ഈ കമ്മിറ്റിയുടെ രൂപീകരണം തന്നെ അനധികൃതമാണെന്നും പറഞ്ഞു. അതെന്താ പറയുന്നത്? സിനിമയിലെ ലൈംഗികാതിക്രമങ്ങൾ അന്വേഷിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക സംഘം രൂപീകരിച്ചെങ്കിലും ഇത്തരം സംഘത്തെ നിയോഗിക്കാനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ പാലിച്ചിട്ടില്ല. അപ്പോൾ നടപടിക്രമങ്ങൾ പാലിക്കാത്ത ഒരു അന്വേഷണ സംഘത്തിന് എന്തെങ്കിലും നിയമസാധ്യത ഉണ്ടാവുമോ സുഹൃത്തുക്കളെ? 7 അംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ചെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഞായറാഴ്ച വാർത്താക്കുറിപ്പ് ഇറക്കിയതല്ലാതെ സർക്കാർ ഉത്തരവ് ആഭ്യന്തര വകുപ്പ് ഇനിയും പുറത്തിറക്കിയിട്ടില്ല. ഒരു പത്രക്കുറിപ്പ് വന്നിട്ടേ ഉള്ളൂ. ആഭ്യന്തര വകുപ്പ് ഉത്തരവ് ഇനിയും പുറത്തിറക്കിയിട്ടില്ല. പോലീസ് ആക്ടിലെ 21(2)B വകുപ്പ് പ്രകാരമാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുക. തുടർന്ന് ഉത്തരവിറക്കുമ്പോഴാണ് പ്രത്യേക സംഘത്തിൻ്റെതായ അന്വേഷണ അധികാരങ്ങൾ ലഭിക്കുക. സോളാർ കേസിലടക്കം ഈ രീതിയിലാണ് അന്വേഷണ സംഘം രൂപീകരിച്ചത്. ആ നടപടിക്രമങ്ങൾ ഈ അന്വേഷണ സംഘം രൂപീകരിക്കുന്നതിൽ എടുത്തിട്ടില്ല എന്നാണ് ഈ വാർത്ത പറയുന്നത്. അന്വേഷണ സംഘം മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ വാർത്താക്കുറിപ്പിൽ നിന്ന് പിറവിയെടുത്തതിനാൽ വിപുലമായ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. പോലീസ് ആക്ട് പ്രകാരമല്ല സംഘം രൂപീകരിച്ചെന്ന വാദമുയരും. അപ്പോൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ രൂപീകരണം തന്നെ നടപടിക്രമങ്ങൾ പാലിച്ചല്ല എന്നുള്ളത് കൊണ്ടും ഈ അന്വേഷണ സംഘത്തിൻ്റെ രൂപീകരണത്തിനെതിരെ ആരെങ്കിലും കോടതിയിൽ പോയാൽ അന്വേഷണ സംഘം ഇല്ലാതാവുമെന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. ഏതെങ്കിലും വ്യക്തിക്കെതിരെ പരാതി ലഭിച്ചാൽ അതുമാത്രം അന്വേഷിക്കാമെന്നല്ലാതെ പൊതുവായ അന്വേഷണം, തിരച്ചിൽ, ചോദ്യം ചെയ്യൽ എന്നിവ പ്രത്യേക സംഘത്തിന് സാധ്യമായേക്കില്ല. അങ്ങനെയുണ്ട്, ആലോചിച്ച് നോക്ക്. ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ ഏറ്റെടുക്കാമെങ്കിലും ലഭിക്കുന്ന വിവരങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിൽ സ്വയം കേസെടുത്ത് അന്വേഷണം സാധിക്കില്ല. വെളിപ്പെടുത്തൽ നടത്തിയവരുടെ മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യാം, എന്നാൽ പരാതിയില്ലെന്ന് അവർ പറഞ്ഞാൽ അന്വേഷണം വഴിമുട്ടും. സിനിമ മേഖലയിലെ ലൈംഗികാതിക്രമങ്ങൾ സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ കുത്തൊഴുക്കായി വന്നപ്പോൾ അന്വേഷണത്തോട് മുഖം തിരിച്ച സർക്കാർ വൻ സമ്മർദ്ദം ഉണ്ടായപ്പോഴാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാ, ഇപ്പോൾ തകൃതിയായി മൊഴിയെടുപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ രൂപീകരണം തന്നെ പോലീസ് ആക്ട് പ്രകാരമല്ല എന്നുള്ള വാദമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതൊന്ന്. ഇനി നമുക്ക് ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ക്രെഡൻഷ്യൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് വന്ന വാർത്താക്കുറിപ്പ് എന്താ പറയുന്നത്? സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വനിതകൾ തങ്ങൾക്ക് പ്രസ്തുത മേഖലയിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ വിവരിക്കുന്ന അഭിമുഖങ്ങളും പ്രസ്താവനകളും വന്നിട്ടുണ്ട്.
ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം 25/8/2024 വിളിച്ചു ചേർത്തു. ഇത്തരം പരാതികളും വെളിപ്പെടുത്തലുകളും സംബന്ധിച്ച് അന്വേഷിക്കാൻ പോലീസ് IG ശ്രീ സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ തീരുമാനിച്ചു. പ്രസ്തുത സ്പെഷ്യൽ ടീമിന് ക്രൈംബ്രാഞ്ച് ADGP S വെങ്കടേഷ് മേൽനോട്ടം വഹിക്കും എന്നാണ് ആ വാർത്ത വന്നത്. സുഹൃത്തുക്കളെ, അന്വേഷണ സംഘത്തിൽ 7 അംഗങ്ങളുണ്ട്. 7 അംഗങ്ങൾ. അതിൽ ഓരോരുത്തരെക്കുറിച്ചും നമുക്ക് ഒന്ന് പരിശോധിക്കാം. ആ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ G സ്പർജൻ കുമാർ IGP, S അജിത ബീഗം DIG, ശ്രീമതി മെറിൻ ജോസഫ് SP ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സ്, ശ്രീമതി G പൂങ്കുഴലി AIG കോസ്റ്റൽ പോലീസ്, ശ്രീമതി ഐശ്വര്യ ഡോങ്കറെ അസിസ്റ്റന്റ് ഡയറക്ടർ കേരള പോലീസ് അക്കാദമി, ശ്രീ അജിത് V AIG ലോ ആൻഡ് ഓർഡർ, ശ്രീ S മധുസൂദനൻ SP ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം. ഇങ്ങനെ 7 പേരാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത്. ഈ അന്വേഷണ സംഘമാണ് ഈ സ്ത്രീ പീഡകരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നവരെ ഇറക്കിയത് മുഖ്യമന്ത്രി, സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെയാണ്. അതിൽ ഓരോരുത്തരെയും നമുക്ക് ഇനിയൊന്നെടുത്തിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. സുഹൃത്തുക്കളെ, ആദ്യമായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് V അജിത്ത് എന്ന് പറയുന്ന ആളെക്കുറിച്ചിട്ടാണ്. അയാൾ AIG ആണ്, ലോ ആൻഡ് ഓർഡർ ആണ്. അയാളെക്കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പരിശോധിക്കുക. അയാൾ ആരാണെന്നറിയാമോ? അയാളെയാണ് 2017 നവംബർ 10 അന്ന് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന MV ജയരാജൻ്റെ ഒരു നോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാ നടപടിയുടെ ഭാഗമായി ട്രാൻസ്ഫർ ചെയ്തത്. ശിക്ഷാ നടപടിയുടെ ഭാഗമായി. ആ ശിക്ഷാ നടപടി തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അപ്പോൾ ഈ V അജിത്ത് എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഈ സ്ത്രീ പീഡകരെ പിടിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഇറക്കിയിട്ടുള്ള ടീമിലെ ഒരു പ്രധാനപ്പെട്ട അംഗമായിട്ടുള്ള V അജിത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അയാളെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന MV ജയരാജൻ ഇറക്കിയ നോട്ട്, ആ നോട്ട് ഞാനിപ്പോൾ വായിക്കുകയാണ്. ഞാനിത് വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് പിന്നെ സ്ക്രീനിൽ കാണാം. On the basis of the recommendation of the Justice Shivarajan Commission, Solar Commission, to take action against the officers of the Special Investigation Team who investigated the solar scam and allied financial transactions, the Honorable Chief Minister desires that the following transfer and postings may be issued with immediate effect. അപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെ അറിവോടുകൂടി 3-4 ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശിക്ഷണ നടപടി സ്വീകരിച്ചു. അതിൽ V അജിത്ത്, റെജി ജേക്കബ്, K സുദർശൻ, ജെയ്സൺ എബ്രഹാം, B റോയ്, ബിജു ജോൺ ലൂക്കോസ്, ഇങ്ങനെ 5 പേർക്കെതിരെ മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരം അന്ന് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന MV ജയരാജൻ ശിക്ഷാ നടപടികൾ എടുത്തു. അവരെ ആ ശിക്ഷാ നടപടികളുടെ ഭാഗമായി ഈ ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിൽ V അജിത്ത് അന്ന് SP ട്രാഫിക് സൗത്ത് ആയിരുന്നു. അയാളെ SP ആൻറ്റി ടെററിസ്റ്റ് ഫോഴ്സ് ഇതിന് പകരമായി ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന MV ജയരാജൻ ആണ് ഇയാളെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അതിൻ്റെ കൂടുതൽ രേഖകളാണ് ഞാൻ താഴോട്ട് ഇപ്പം നിങ്ങൾ കാണുന്നത്. അതിൽ 6-7 ഉദ്യോഗസ്ഥന്മാർ ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞത്. അതിലൊന്ന് V അജിത്താണ്. അയാളുടെ പ്രസൻറ്റ് പോസ്റ്റിംഗ് ട്രാഫിക് സൗത്ത് സോൺ ആണ്. അയാളെ ആൻറ്റി ടെററിസ്റ്റ് ഫോഴ്സ് ിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അത് കൂടാതെ വേറൊരു കാര്യവും കൂടിയുണ്ട്. അത് കൂടാതെ വേറൊരു വിഷയത്തിലും അയാൾ ഉണ്ടായിരുന്നു. എന്നറിയോ? സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ കത്തിപ്പോയൊരു സംഭവം ഉണ്ടായി. നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. സ്വർണ്ണക്കള്ളക്കടത്തുകയായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് ദുരൂഹമായി കത്തിപ്പോയ സംഭവത്തിൽ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. അത് ആ കത്തിപ്പോയ സംഭവത്തിൽ അട്ടിമറി നടത്താൻ വേണ്ടിയിട്ടായിരുന്നു വ്യാപകമായ ആരോപണം അന്നുണ്ടായിരുന്നു. ആ അന്വേഷണ സംഘത്തിന് നേതൃത്വം കൊടുത്ത ADGP മനോജ് എബ്രഹാം ആയിരുന്നു. ആ മനോജ് എബ്രഹാമിൻ്റെ കൂട്ടത്തിൽ ഈ ഫയൽ കത്തിപ്പോയ സംഭവം അന്വേഷിക്കാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള സമിതിയിലും ഈ V അജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ ആരാണെന്ന് വ്യക്തമായല്ലോ. ഇയാളൊരു അട്ടിമറി വീരനാണെന്നുള്ളത് വ്യക്തമായി. 2, പിണറായി വിജയൻ്റെ താല്പര്യപ്രകാരം അന്ന്
പിന്നെ പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ഒപ്പിട്ട നോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ആളാണ് വി അജിത്ത്. ആ വി അജിത്ത് ആണ് ഈ അന്വേഷണ സംഘത്തിൽ ഇപ്പം മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തയാളുടെ പേര് എസ് മധുസൂദനൻ എന്നാണ്. അയാൾ SP ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരമാണ്. അയാൾ ആരാണെന്നറിയാമോ? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഓർമ്മയുണ്ടാവും പ്രേക്ഷകർക്ക്. എന്താണ്? പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഒപ്പിട്ട കടലാസ് ഇന്ന ആളുകളെ കോർപ്പറേഷനിൽ നിയമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അന്നായിരുന്ന ആനാവൂർ നാഗപ്പനാണെന്ന് എൻ്റെ ഓർമ്മ. ആ കത്ത് പുറത്തു വന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായി. ആ വിവാദം അട്ടിമറിച്ച് തേച്ചും മിനുക്കി കുളിപ്പിച്ചെടുത്ത ആളാണ് ഈ അന്വേഷണ സംഘത്തിലെ അടുത്തയാളായിട്ടുള്ള എസ് മധുസൂദനൻ. അപ്പം ഈ അന്വേഷണ സംഘത്തിലെ രണ്ടുപേരുടെ കഥ ഞാനിപ്പോൾ പറഞ്ഞു. ഇനി മൂന്നാമതൊരാളുണ്ട്. ആ മൂന്നാമത്തെ ആളുടെ പേരെന്താണെന്നറിയാമോ? അയാളുടെ അതൊരു വനിതയാണ്. ആ വനിതയുടെ പേര് മെറിൻ ജോസഫ് എന്നാണ്. മെറിൻ ജോസഫ്. അവർ SP ക്രൈംബ്രാഞ്ചാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് SP ക്രൈംബ്രാഞ്ചാണ്. അവരെക്കുറിച്ചിട്ടാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. അവർ ശ്രീ മെറിൻ ജോസഫ്, SP ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സ്. അവരാരാണെന്നറിയാമോ? മാസങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലെ കിളികൊല്ലൂർ എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ വെച്ച് 2 സഹോദരന്മാരെ പോലീസുകാർ അതിക്രൂരമായി മർദ്ദിച്ച ഒരു വിഷയം വലിയ വിവാദമാണെന്ന് ഉള്ളത് നമ്മൾ ഓർമ്മയുണ്ടല്ലോ. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ വിഷയം വിവാദമായതിനെ തുടർന്ന് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പിണറായി സർക്കാർ ഏൽപ്പിച്ച ആളാണ് മെറിൻ ജോസഫ് എന്ന് പറഞ്ഞ SP. അവർ അന്ന് അന്വേഷിച്ചിട്ട് മർദ്ദനമേറ്റിട്ടുണ്ട്, പക്ഷെ മർദ്ദനം നടന്നത് ആരാണെന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ രക്ഷിച്ച് ആ കേസ് അട്ടിമറിച്ച വനിതയാണ് മെറിൻ ജോസഫ് SP. അപ്പം മൂന്നാമത്തെ ആൾ, ആദ്യത്തെ ആൾ വി അജിത്ത്, മുഖ്യമന്ത്രി തന്നെ ശിക്ഷിച്ച ആൾ. രണ്ടാമത്തെ ആൾ എസ് മധുസൂദനൻ, പാർട്ടിയെ രക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ. മൂന്നാമത്തത് ഒരു സൈനികൻ. ആ 2 പേരിൽ ഒരാൾ സൈനികനായിരുന്നു. സൈനികൻ ഉൾപ്പെടെയുള്ള ആളെ അതിക്രൂരമായി മർദ്ദിച്ച കേസ് അട്ടിമറിച്ചു കൊടുത്ത ആളാണ് മെറിൻ ജോസഫ്. സുഹൃത്തുക്കളെ, അടുത്ത ആളാണ് ഈ പറഞ്ഞതുപോലെ ജി പൂങ്കുഴലി, AIG കോസ്റ്റൽ പോലീസ്. അവരാണ് അടുത്തയാൾ. അവരെക്കുറിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാനതിൽ സൂചിപ്പിച്ചിരുന്നു. അവർ 3 കേസെങ്കിലും ഈ സർക്കാരിന് വേണ്ടി അട്ടിമറിച്ചിട്ടുണ്ട്. അതിലൊന്ന് വടക്കാഞ്ചേരി സ്ത്രീ പീഡന കേസായിരുന്നു എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് വാളയാർ 2 പെൺകുട്ടികൾ, 9ഉം 11ഉം വയസ്സുള്ള 2 കൊച്ചു പെൺകുട്ടികൾ, ദളിതുകളായിട്ടുള്ള 2 പെൺകുട്ടികൾ ഏതാണ്ട് കുറേ ദിവസങ്ങൾക്ക് ഇടവേളയിൽ കൊല്ലപ്പെട്ട സംഭവം. ഏറ്റവും വലിയ നരാധമനായിട്ടുള്ള NJ സോജൻ, ആ സോജനോടൊപ്പം നിന്ന് ആ കേസ് ഈ പിണറായി സർക്കാരിന് വേണ്ടി അട്ടിമറിച്ചു കൊടുത്ത വനിതയാണ് പൂങ്കുഴലി. അതാണ് രണ്ടാമത്തെ കേസ്. ആദ്യത്തെ കേസ് വടക്കാഞ്ചേരി സ്ത്രീ പീഡന കേസ്. ഒരു സ്ത്രീയെ ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് പീഡിപ്പിച്ചൊരു കേസ്. അതിൽ അതിലെ പ്രധാനപ്പെട്ട പ്രതി ആരായിരുന്നു? ആ പ്രധാനപ്പെട്ട പ്രതി ജയന്തൻ എന്ന് പറഞ്ഞിട്ടുള്ള CPMൻ്റെ ഒരു കൗൺസിലറായിരുന്നു. ആ കൗൺസിലറെ സംസ്ഥാന സർക്കാരിന് വേണ്ടി രക്ഷപ്പെടുത്തി കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥയാണ് പൂങ്കുഴലി. ആ പൂങ്കുഴലിക്ക് ഈ പറഞ്ഞതുപോലെ കൊടകര കുഴൽപ്പണ കേസിലും അത് അട്ടിമറിക്കുന്നതിനും അവരെ വലിയ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ 3 കേസുകളെങ്കിലും സർക്കാരിന് വേണ്ടി അട്ടിമറിച്ചു എന്ന് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ജി പൂങ്കുഴലിയാണ് ഈ മലയാള സിനിമാ രംഗത്തെ സ്ത്രീ പീഡകരെ കയ്യോടെ പൊക്കാൻ വേണ്ടി പിണറായി വിജയൻ രൂപീകരിച്ച പോലീസ് സംഘത്തിലെ പോലീസ് പുലികളിൽ 3ാമത്തെ ആൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ പൂങ്കുഴലിയെക്കുറിച്ചിട്ട് എൻ്റെ സുഹൃത്ത് പൊതുപ്രവർത്തകനായിട്ടുള്ള പ്രേംബാബു എഴുതിയിട്ടുള്ളൊരു പോസ്റ്റ് ഞാൻ വായിക്കാം. ചലച്ചിത്ര രംഗത്തെ നായകന്മാർ സ്ത്രീ പ്രവർത്തകരെ പീഡനശൈലിയിലേക്ക് തള്ളിയിടുന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥയാണ് പൂങ്കുഴലി IPS. എറണാകുളം ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ആയിരുന്നപ്പോൾ ലോക്ക്ഡൗണിലിരിക്കുന്ന കുട്ടികൾക്ക് മടുപ്പകറ്റാൻ
ഓൺലൈൻ ക്ലാസ് നയിച്ചിരുന്ന ഈ കുലീന IPS ഉദ്യോഗസ്ഥ വാളയാറിലെ ഒരു ശിക്ഷയും ലഭിക്കാതെ വാഴുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന MJ സോജൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ തലൈവിയായിരുന്നു. വാളയാറിലെ 2 ദരിദ്ര ദളിത് സഹോദരിമാർ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കെട്ടിത്തൂക്കപ്പെട്ടപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടാൻ ഒരു ഇടപെടലും ഈ അന്വേഷണ തലൈവിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. കേസ് അട്ടിമറിക്കപ്പെടുന്ന വിവിധ ഘട്ടങ്ങളിൽ എന്തു ചെയ്യുകയായിരുന്നു എന്ന് അവർ കേരളത്തോട് ആദ്യം പറയണം. ദിവസവും കാച്ചിയ പാൽ കുടിക്കാൻ യോഗമുള്ള കുട്ടികളുടെ കൊതിയൂറുന്ന ജീവിതത്തോട് മാത്രമേ പൂങ്കുഴലിക്ക് താല്പര്യമുള്ളൂ. വാളയാറിലെ 2 കുഞ്ഞുങ്ങൾക്ക് നീതി ലഭ്യമാകാത്ത മാരീച ബുദ്ധിയുള്ള ഈ പൂങ്കുഴലിയെ ചിറ്റമ്മയുടെയും പെറ്റമ്മയുടെയും ഉടുപ്പുടവ അഴിക്കുന്ന ചലച്ചിത്ര രംഗത്തെ ലൈംഗിക വീരനായകന്മാരെ തേടിപ്പിടിക്കാൻ ഭരണകൂടം ഏൽപ്പിച്ചിട്ടുള്ളത് തികച്ചും ദുരൂഹമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് വലിയ ഭൂകമ്പങ്ങൾ പൊതുസമൂഹത്തിലും ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് സിനിമാ രംഗത്തുമൊക്കെ ഉണ്ടായി. അതിനെ തുടർന്ന് ഒരുപാട് വനിതകളും പ്രൊഡക്ഷൻ പിന്നെ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളുമൊക്കെ വന്ന് സിനിമാ രംഗത്തെ വലിയ നടന്മാർക്കെതിരെ സ്ഫോടനാത്മകമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നടത്തി. ആ വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോഴത്തേക്കും നിർവാഹമില്ലാതെ ഗത്യന്തരമില്ലാതെ പിണറായി വിജയന് ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കേണ്ടി വന്നു. ആ അന്വേഷണ സംഘം രൂപീകരിച്ചത് സിനിമാ രംഗത്തെ വലിയ സ്ത്രീ പീഡകരെയെല്ലാം കൈയോടെ പൊക്കിയെടുക്കുന്നതിന് വേണ്ടി സ്ത്രീ സുരക്ഷാ പ്രധാന മുദ്രാവാക്യമായിട്ടുള്ള സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുള്ള കമ്മിറ്റിയാണിത്. അതിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകളാണ് എന്നൊക്കെയുള്ള നിലയിലുള്ള വാദഗതികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഈ അന്വേഷണ സംഘത്തിൻ്റെ യഥാർത്ഥ മുഖമെന്ത്? ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ ക്രെഡൻഷ്യൽ എന്ത് എന്നുള്ളത് കാര്യകാരണ സഹിതം അവതരിപ്പിക്കുക ഞാനിവിടെ ചെയ്തത്. എന്ന് മാത്രമല്ല, ഒരു ഞെട്ടിക്കുന്ന വിവരം കൂടെ ഞാൻ പറയാം. ഈ അന്വേഷണ സംഘത്തിൽ 4 വനിതകളാണുള്ളത്. അതിലൊരു വനിത മദ്യപാനം നടത്തുന്ന ഒരു വനിതയാണെന്ന് കൂടി ഉള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മദ്യപിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയും ഈ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും സർക്കാരിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഈ 7 പേരുടെ അന്വേഷണ സംഘത്തിൽ V. അജിത്ത്, S. മധുസൂദനൻ, മെറിൻ ജോസഫ്, പൂങ്കുഴലി എന്നീ 7 പേരിൽ 4 പേരും അതിഗുരുതരമായിട്ടുള്ള ആരോപണ വിധേയരും സർക്കാരിന് വേണ്ടി കേസ് അട്ടിമറിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥരെ കരുതിക്കൂട്ടി കണ്ടുപിടിച്ച് ഒരു അന്വേഷണ സംഘത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടുത്തുമ്പോൾ എന്താണ് പിണറായി വിജയൻ്റെ ലക്ഷ്യം എന്നുള്ളത് വ്യക്തമല്ലേ സുഹൃത്തുക്കളെ? ഇരകളെയല്ല, വേട്ടക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ കമ്മിറ്റി. ഇരകളെയല്ല, സ്ത്രീ പീഡകരെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ കമ്മിറ്റി. ഇരകളെ അതിക്രൂരമായി പീഡിപ്പിച്ച നരാധമന്മാരായിട്ടുള്ള സിനിമാ നടന്മാരെ രക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയനും P. ശശിയും കൂടി ഒത്തുകളിച്ച് രൂപീകരിച്ചതാണ് ഈ കമ്മിറ്റി എന്നതിൻ്റെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത സംശയലേശമന്യേ ഉള്ള തെളിവുകളാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്.